ഏറെ ആദരണീയരായ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കളെ, ഈ കൊടും ചൂടിനെ വകവെക്കാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കോഴിക്കോട് കടപ്പുറത്തേക്ക് ക്ഷണിച്ചപ്പോൾ കടന്നു വന്ന പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിം ലീഗിൻ്റെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്തിനാണ് വഖഫ് സംരക്ഷണ റാലി പാർട്ടി സംഘടിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇന്നേറെ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ നവാസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ചില പ്രതീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയുടെ നീതിപീഠത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കേട്ട സംസാരങ്ങൾ, നമ്മൾ ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ കൈവശം വെക്കാൻ, കൈയടക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ മുന്നോട്ട് കടന്നു വന്നത്? ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്നേറ്റ അമരീന്ദർ സിംഗ്, അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിഖുകാരനാണ്, എന്റെ നാട്ടിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് മറമടക്കാൻ ഒരു ഇഞ്ച് ഭൂമിയില്ലാത്തൊരു ഘട്ടം വന്നാൽ അവർക്ക് ഭൂമി കൊടുക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ബില്ലാണിത്, അതുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഗൗരവ് ഗൊഗോയിയുടെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ? അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കണം, നിങ്ങൾ ചരിത്രം പഠിക്കണം, നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് വായിക്കാൻ തയ്യാറാവണം. അങ്ങനെ നിങ്ങൾ വായിക്കാൻ തയ്യാറായാൽ ആ പോരാട്ടത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം നോക്കിയാൽ ആ എണ്ണത്തിൽ കൂടുതൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പേരായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന് ഹിന്ദുവായ ഗൗരവ് ഗൊഗോയ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. നമ്മൾ എന്തിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവകാശമുള്ള, അദ്ദേഹത്തിന് പൂർണ്ണമായി അധികാരമുള്ള ഒരു ഭൂമി അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് വഖഫ്. ദൈവത്തിന് കൊടുക്കണം, പടച്ചവന് കൊടുക്കണം. അങ്ങനെ കൊടുത്തൊരു ഭൂമി ഉപയോഗം കൊണ്ട് വഖഫായി കഴിഞ്ഞാൽ, ഒരാൾക്ക് അവകാശമുള്ള ഭൂമി കൊടുത്താലും അത് ഉപയോഗത്തിൽ വഖഫ് ഭൂമി ആയാലും അങ്ങനെ ആവില്ല എന്നൊരു നിയമമാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? അപ്പൊ ചോദിക്കും, ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ബില്ലല്ലേ? ഇതിന്റെ മുമ്പ് വേറൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു, CAA. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്ന, മറ്റുള്ളവർക്ക് മാത്രം പൗരത്വം കൊടുക്കുന്ന ഒരു ബില്ല്. അന്ന് ഇതേ കടപ്പുറത്ത് വെച്ച് ആദരണീയരായ മുസ്ലിം ലീഗിന്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ മണ്ണിലാണ് ജനിച്ചതെങ്കിൽ ഈ മണ്ണിൽ തന്നെ മരിച്ചു വീഴും, അത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അന്ന് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തെ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിച്ചോ? കർഷക ബില്ല് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയതല്ലേ? അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ആ കർഷക ബില്ല് പിൻവലിച്ച് ഈ രാജ്യത്തെ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്ന പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഈ വഖഫ് ബില്ലും നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വഖഫ് ബില്ല് നിങ്ങൾ പിൻവലിക്കുന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച
ജഗന്യതാവായ തമ്പുരാന്റെ പേരിലാണ് ഈ ഭൂമികൾ മുഴുവൻ വഖഫ് ചെയ്യുന്നതെങ്കിൽ ആ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെല്ലാം കള്ളങ്ങളാണ് സംഘപരിവാരങ്ങൾ പറഞ്ഞത്. ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഭൂമി മുഴുവൻ വഖഫാണെന്ന് പറഞ്ഞാൽ അത് വഖഫാകും അത്രേ. അങ്ങനെ ചോദിക്കുന്ന സംഘപരിവാരങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, 7 പതിറ്റാണ്ടിലധിക കാലമായി ഈ രാജ്യത്ത് വഖഫ് ആക്ട് ഉണ്ട്. 954 മുതൽ ഈ രാജ്യത്ത് വഖഫ് ആക്ട് ഉണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന ഭൂമി മുഴുവനും വഖഫ് ബോർഡിന്റെ ഭൂമിയാകുമെങ്കിൽ വഖഫ് ഭൂമിയാകുമെങ്കിൽ ഇന്ത്യ മുഴുവനും വഖഫ് ആകില്ലേ? ഏറ്റവും ചുരുങ്ങിയ ഇന്ത്യയുടെ പകുതിയെങ്കിലും ഭൂമിയാകില്ലേ? ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് പാർലമെന്റ് അംഗങ്ങൾ ചോദിച്ചു, ഏത് ഭൂമിയാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ച് വഖഫ് ഭൂമിയാക്കിയത്? ഇന്ത്യയിലെ 1 സെന്റ് ഭൂമി, 1 ഇഞ്ച് ഭൂമി ചൂണ്ടിക്കാണിച്ച് വഖഫ് ഭൂമിയാണ് എന്ന് ഇതുവരെ ആരെങ്കിലും പറഞ്ഞതായി സംഘപരിവാരങ്ങൾ തെളിയിച്ചിട്ടുണ്ടോ? എന്തിനാണ് നിങ്ങൾ പച്ചക്കള്ളം പറയുന്നത്? നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലേ? നിങ്ങളല്ലേ അവകാശവാദം ഉന്നയിച്ചത്? 4 നൂറ്റാണ്ട് കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധിച്ച ബാബരി പള്ളി. ആ ബാബരി പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ചത് ആരാണ്? സംഘപരിവാരങ്ങളാണ്. ആ ബാബരി പള്ളി തകർത്തത് ആരാണ്? അത് സംഘപരിവാരങ്ങളാണ്. ആ ബാബരി പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയത് ആരാണ്? സംഘപരിവാരങ്ങളാണ്. ബാബരി പള്ളിയിൽ മാത്രമാണോ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചത്? നിങ്ങൾ കാശിയിലെ ഗ്യാൻവാബിയിൽ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ലേ? മധുരയിലെ ഷാഹി മസ്ജിദിൽ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ലേ? ഇന്ത്യയിലെ എത്രയെല്ലാം ചരിത്ര ഭൂമികളിലാണ് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നത്? അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പേരിലാണ് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സംഘപരിവാരങ്ങളെ വിലക്കിക്കൊണ്ടുള്ള നിയമമാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടപ്പിലാക്കേണ്ടത്. എന്നിട്ട് മുനമ്പം ഭൂമി ചൂണ്ടിക്കാണിച്ച് ഈ മുനമ്പത്തിന്റെ മുഴുവൻ പ്രശ്നവും ഈ വഖഫ് നിയമമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്? ആ കള്ളി പൊളിഞ്ഞില്ലേ? ആ വഞ്ചന പൊളിഞ്ഞില്ലേ? മുനമ്പത്തുകാരോട്, ആ നാട്ടിലെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സാധുക്കളോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ നേതാവ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുത് എന്ന് അന്ന് മാത്രം പറഞ്ഞതല്ല, അതെല്ലാ കാലത്തേക്കുമുള്ള ന്യായമാണ്. നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ നാട്ടിലെ മുനമ്പത്ത് ജനങ്ങളെ RSSകാർ വഞ്ചിക്കുകയായിരുന്നു. ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക ഈ ഒരൊറ്റ അജണ്ട മാത്രമല്ലേ അതുകൊണ്ടുണ്ടായത്? ഒരു ലീഗ് പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങൾ പറയട്ടെ, ഈ വഖഫ് റാലിയിൽ വെച്ച് ഞങ്ങൾ പറയട്ടെ, മുനമ്പത്തുകാരുടെ പ്രശ്നത്തിന്റെ കൂടെ നിന്ന പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്? വാരാപ്പുഴ അതിരൂപതയിലേക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടന്നു ചെന്നില്ലേ? 2 ആർച്ച് ബിഷപ്പുമാർ, 18 ബിഷപ്പുമാർ, ആ മുനമ്പത്തെ സമരസമിതിയുടെ നേതാക്കന്മാർ, അവരെല്ലാം സാക്ഷി നിർത്തി മുസ്ലിം ലീഗിന്റെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന്, ഈ മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയിറക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന പാർട്ടിയുടെ പേരല്ലേ മുസ്ലിം ലീഗ്? അതുമാത്രാണോ? ഞങ്ങളുടെ വാദപ്രതിവാദം മാത്രാണോ? മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കൽ മാത്രാണോ? ഇന്ത്യയുടെ പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയിൽ, സുപ്രീം കോടതിയിൽ, അതിന്റെ പരമാധികാര സഭയ്ക്ക് മുമ്പിൽ മുസ്ലിം ലീഗ് ഒരു ഹർജി കൊടുത്തപ്പോ ആ ഹർജിയിൽ കൃത്യമായി പറഞ്ഞില്ലേ, മുനമ്പത്തെ വിഷയം പരിഹരിക്കുന്ന കൂടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന്? വെറുതെ വാചക കസർത്ത് മാത്രാണോ? സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ലീഗ് പറഞ്ഞില്ലേ? ആ ലീഗിനെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ RSSനെ വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യം അവർ മുസ്ലിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടും, പിന്നെ അവർ ക്രൈസ്തവർക്ക് നേരെ കൈ ചൂണ്ടും എന്നതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ, വൈദികർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടത്തുകയായിരുന്നു സംഘപരിവാരങ്ങൾ. തൃശ്ശൂരുകാരനായ ഒരു വൈദികന് നേരെ ആക്രമണം നടത്തിയിട്ട് കേന്ദ്രമന്ത്രിയായ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം? നീ ആരാ? ഈ ചോദ്യമല്ലേ സുരേഷ് ഗോപി ചോദിച്ചത്? ഒരക്ഷരം മിണ്ടിയില്ല. ജബൽപൂരിൽ മാത്രമാണോ? ഓർഗനൈസറിലെ ലേഖനം നമ്മൾ കണ്ടില്ലേ? മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനേക്കാൾ വലിയ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കത്തോലിക്കക്കാരാണ് എന്ന് ഓർഗനൈസറിൽ എഴുതിയത് നമ്മൾ വായിച്ചില്ലേ? അവസാനം വിവാദമായപ്പോൾ ലേഖനം പിൻവലിച്ചു. ലേഖനം പിൻവലിക്കാൻ സാധിക്കും, പക്ഷേ
അവരുടെ മനസ്സിലിരിപ്പ് മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇത് ഓർഗനൈസറിൽ മാത്രമാണോ? വിചാരധാര നമ്മൾ വായിച്ചിട്ടില്ലേ? എന്താ വിചാരധാര പറയുന്നത്? വിചാരധാരയിലെ 191 മുതൽ 206 വരെയുള്ള പേജുകൾ നിങ്ങൾ വായിക്കണം. അതിനകത്ത് പറയുന്നുണ്ട് ആഭ്യന്തര ശത്രുക്കൾ. ആരാ വിചാരധാര എഴുതിയത്? MS ഗോൾവാൾക്കർ. ആരാണ്? RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക്. എന്താ ഗോൾവാൾക്കർ പറയുന്നത്? ഇന്ത്യയിൽ വൈദേശിക ശത്രുക്കളെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ആന്തരിക ശത്രുക്കളെയാണ്. ആരാണ് ആന്തരിക ശത്രുക്കൾ? ആന്തരിക ശത്രുക്കൾ ഒന്നാമത്തവർ മുസ്ലിങ്ങൾ, രണ്ടാമത്തവർ ക്രൈസ്തവർ. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി വിചാരധാര എഴുതി വെച്ച പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്നവരാണ് ഗോൾവാൾക്കറിന്റെ പിൻഗാമികൾ. ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ച RSSകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഗോൾവാൾക്കർ പിൻവലിക്കോ? നിങ്ങൾ ഗോൾവാൾക്കറുടെ വിചാരധാര പിൻവലിക്കോ? ഗോൾവാൾക്കർ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാവോ? ചിലർ ചോദിക്കും, മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പിന്നാലെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് കൂടി പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകളെ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയാത്തത്? കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റുകളില്ല. ഇന്ന് രാജ്യത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളില്ല. ഇന്ന് നവമുതലാളിത്തം കൊണ്ടു നടക്കുന്ന, കമ്മ്യൂണിസത്തിന്റെ പേര് മാത്രം കൊണ്ട് നടക്കുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നവർ. ഇനി ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഹൈന്ദവർ ഏതാണ്ട് നൂറ്റാണ്ടിലധികക്കാലം ഈ രാജ്യത്തെ സംഘപരിവാരങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയവർ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായമാണ്. അവരോട് നമുക്ക് നന്ദിയോടെ അല്ലാതെ അവരെ കാണാൻ സാധിക്കൂ. BJP രാജ്യം ഇപ്പോഴും ഭരിക്കുമ്പോ, 10 കൊല്ലത്തിലധികക്കാലം ഈ രാജ്യം ഇപ്പോഴും ഭരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50%-ലധികം ഹൈന്ദവരുടെ വോട്ട് നേടാൻ ഈ രാജ്യം ഭരിക്കുന്ന BJPക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രാണോ? കാര്യങ്ങളെ കുറച്ചുകൂടി കൂടുതൽ തെളിച്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ? ബാബരി പള്ളി പൊളിച്ചിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു പാർലമെന്റ് മണ്ഡലമുണ്ട്. എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? ഫൈസാബാദ്. കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥി എത്ര ലക്ഷം വോട്ടിനാണ് ജയിച്ചത്? 3 ലക്ഷം വോട്ടിന്. ആ ഫൈസാബാദിൽ ബാബരി പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയ, നരേന്ദ്രമോദി ശിലാന്യാസം നടത്തിയ ആ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദിൽ 3 ലക്ഷം വോട്ടുകൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തിയത് ആ നാട്ടിലെ ജനങ്ങൾ. തെളിച്ചം കൂടുതൽ കാണുന്നില്ലേ? രാജസ്ഥാനിലെ ബൻസ്വാര നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാ ബൻസ്വാര? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വന്നിട്ട് പ്രസംഗിക്കുകയാണ്. BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഹൈന്ദവരുടെ താലിമാല അടക്കം പൊട്ടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രസംഗിച്ചു നരേന്ദ്രമോദി. ഈ രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ കവർന്നെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് ജയിച്ചാൽ എന്ന് പ്രസംഗിച്ച രാജസ്ഥാനിലെ ബൻസ്വാര പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 1.5 ലക്ഷം വോട്ടിനാണ് BJP ജയിച്ചത്. ഇത്തവണ ആ ബൻസാര പാർലമെന്റ് മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടത് 4 ലക്ഷം വോട്ടിനാണ്. ആ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായം BJPയെ തള്ളിക്കളയാൻ തയ്യാറായി. നരേന്ദ്രമോദി കഴിഞ്ഞ തവണ 5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത് വാരണാസിയിൽ. ഇത്തവണ എത്ര വോട്ടിനാണ് ജയിച്ചത്? 1.5 ലക്ഷം വോട്ടിന്. എത്ര തവണയാണ് നരേന്ദ്രമോദി പിന്നില്ലെന്ന ഫ്ലാഷ് ന്യൂസ് ഇന്ത്യയുടെ ടെലിവിഷൻ ചാനലുകൾ എഴുതി കാണിച്ചത്? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, 2014 ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി ജയിച്ചു കയറുന്നത്. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കാലി കുത്തുന്നതിന് മുമ്പായി നരേന്ദ്രമോദി പാർലമെന്റിനെ ഒന്ന് തൊട്ടു വണങ്ങുന്നുണ്ട്. തന്റെ തല കുനിച്ച് പാർലമെന്റിനെ തൊട്ടു വണങ്ങിയിട്ടാണ് നരേന്ദ്രമോദി പാർലമെന്റിനകത്തേക്ക് കയറുന്നത്. അതേപോലെ മറ്റൊരു ദൃശ്യം നമ്മൾ കണ്ടത്, നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് തന്റെ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുമ്പോഴോ ആ ഗാന്ധിജിയെ നോക്കി ആദ്യം നാഥുറാം വിനായക് ഗോഡ്സെ ചെയ്തതും അതുപോലെ തന്നെയാണ്. തന്റെ തലയൊന്ന് കുനിച്ച് ഗാന്ധിജിയെ ഒന്ന് വണങ്ങിയിട്ടാണ് തന്റെ അരയിലുള്ള പിസ്റ്റൾ എടുത്ത് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തത്. ഗാന്ധിജിയുടെ നെഞ്ചിലേക്കാണ് നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തതെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ നെഞ്ചിലേക്കാണ് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി നിരന്തരമായി വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, തല കുനിച്ചുകൊണ്ട് പാർലമെന്റിനെ വന്ദിച്ചുകൊണ്ട് നരേന്ദ്രമോദി പാർലമെന്റിന്റെ പടവുകൾ കയറി ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തല കുനിച്ചുകൊണ്ട് അധികാരവും ചെങ്കോലും ഉപേക്ഷിച്ച് പാർലമെന്റിൽ നിന്ന് നരേന്ദ്രമോദിക്ക് വിടവാങ്ങേണ്ടി വരുമെന്നതിന്റെ സൂചനകളാണ് ഈ രാജ്യത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിശക്തമായ പ്രതിഷേധങ്ങളുമായി
അതിശക്തമായ സമരങ്ങളുമായി നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കേരളത്തിലെ കേന്ദ്രമന്ത്രി വഖഫ് ബില്ലിനെ കുറിച്ച് പറഞ്ഞത്, വഖഫ് ബില്ല് ഈ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ട്, ആ വഖഫ് ആക്ട് ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വഖഫ് ആക്ട് അല്ല ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ പോകുന്നത്. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രമായ RSSന്റെ ഐഡിയോളജി ആയിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുക എന്നത് നിങ്ങൾ കാത്തിരുന്നു കാണണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വരാനിരിക്കുന്ന നാളുകൾ അതിശക്തമായ പോരാട്ടത്തിന്റെ നാളുകളാണ്. ആ പോരാട്ടത്തിന്റെ നാളുകൾ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്. ഹലോ, പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നമ്മൾ മുദ്രാവാക്യ വിളികൾ ഈ കടപ്പുറത്ത് പ്രതിഷേധത്തിന്റെ വലിയ അലകൾ തീർക്കുകയാണ്. എല്ലാവരും ഏറ്റുവിളിക്കുന്ന സ്നേഹം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പ്ലക്കാർഡുകളൊന്ന് ഉയർത്തിപ്പിടിക്കുക. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്. നാട് ഭരിക്കും മോഡി സർക്കാർ, നാട് ഭരിക്കും മോഡി സർക്കാർ. വഖഫ് ബോർഡിനെ ദുർബലമാക്കി, വഖഫ് ബോർഡിനെ ദുർബലമാക്കി, ഭരണഘടനയെ പിച്ചി ചീന്തി, ഭരണഘടനയെ പിച്ചി ചീന്തി രാജ്യം കാത്തു പുലർത്തുന്ന മതേതരത്വം ഇല്ലാതാക്കി താന്തോന്നികളായി വാഴുമ്പോൾ കാടൻ ഭരണത്തിനെതിരെ പ്രതിഷേധത്തിൻ ശബ്ദമുയർത്തി, പ്രതിഷേധത്തിൻ ശബ്ദമുയർത്തി ഒറ്റക്കെട്ടായി മുന്നേറാം. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്. ഭരണഘടനയിൽ അവകാശങ്ങൾ എഴുതി ചേർക്കാൻ വാദിച്ച കായികമില്ലത് പോക്കർ സാഹിബ് നട്ടുവളർത്തിയ പ്രസ്ഥാനം അഭിമാനത്തിൻ ഹരിത പതാക വാനിലുയർന്ന് പറയട്ടെ, വാനിലുയർന്ന് പറയട്ടെ. ഭരണഘടന ഉറപ്പ് നൽകിയ, ഭരണഘടന ഉറപ്പ് നൽകിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണിൽ, ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണിൽ, ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണിൽ. ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണിൽ. അധികാരത്തിന് ഹുങ്ക് കാട്ടി, അധികാരത്തിന് ഹുങ്ക് കാട്ടി നിങ്ങൾ ചെയ്യും തെമ്മാടിത്തം, നിങ്ങൾ ചെയ്യും തെമ്മാടിത്തം നീതിന്യായ കോടതിയിൽ, നീതിന്യായ കോടതിയിൽ ചോദ്യം ചെയ്യും മുസ്ലിം ലീഗ്. ചോദ്യം ചെയ്യും മുസ്ലിം ലീഗ്. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താനി സാഹിബ് മഹാറാലിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലുള്ള ആദരണീയരായ നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ചരിത്രപ്രസിദ്ധമായ കോഴിക്കോട് കടപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഒരു ചരിത്ര പോരാട്ടം കൂടി നടത്തുകയാണ്. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന പോരാട്ടം രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്തും പുറത്തും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്.
ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങൾ ഒത്തുകൂടിയ ഈ മഹാറാലി നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ നീതിന്യായ കോടതിയിലും മുസ്ലിം ലീഗ് അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ വാദമുഖം തീർത്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിലുള്ള പോരാട്ടം നാം തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഖഫിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങൾ അത് കോഴിക്കോടാണെങ്കിലും രാജ്യത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരു സമൂഹം വൈകാരികമായി അത് ഏറ്റെടുക്കുകയാണ്. കാരണം വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ദൈവിക മാർഗത്തിലുള്ള അവരുടെ ദാനമാണ്. ആ ദൈവിക മാർഗത്തിലുള്ള ദാനം ഒരിക്കലും ദൈവിക മാർഗത്തിലല്ലാതെ വിനിയോഗിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് രാജ്യം എന്നും ആ നന്മ കാത്തു സൂക്ഷിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മുസ്ലിം രാജാക്കന്മാർ നീണ്ട കാലം ഈ രാജ്യം ഭരിച്ചത് കാണാൻ കഴിയും. അവരാരും രാജ്യത്തിന്മേൽ അവർക്കുള്ള അധീശാധിപത്യം ഉപയോഗപ്പെടുത്തി രാജ്യത്തൊരുപക്ഷെ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ അവർക്ക് സമ്പാദിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ധർമ്മസ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അവർക്ക് നശിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ഭരണം പൂർത്തിയാകുമ്പോഴും ഈ രാജ്യത്തെ മതധർമ്മ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അതിന്റെ തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോഴും ആ ബ്രിട്ടീഷ് ഭരണകൂടവും ഏറ്റെടുത്ത ദൗത്യം എന്നത് മതപരമായി കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം സ്വത്തുക്കളൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് സാധ്യമാകുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ നിയമങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അനിവാര്യമായ രീതിയിലുള്ള ഭരണഘടനാപരമായി സാധ്യമാകുന്നതൊക്കെ അതത് കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്തിലെ ഭരണഘടനാപരമായി വഖഫ് സ്വത്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ റഹ്മാൻ ഖാൻ ചെയർമാനായുള്ള ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും നന്നായി വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ഉദാഹരണ സഹിതം കേരളം പോലും ചൂണ്ടിക്കാണിച്ചത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. വഖഫ് സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് കൃത്യമായ നിയമമുണ്ട്. പക്ഷെ എല്ലാവരുടെയും മനസ്സിലുണ്ടായ ഒരു കാര്യം, ഇവിടെ ഒരു ജനവിഭാഗത്തെ ഏറ്റവും കൂടുതൽ അവർ വികാരപരമായി കാണുന്ന വിഷയം ഏതാണോ ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്കെതിരായുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നവർ ആഗ്രഹിച്ചു. അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. രാജ്യത്ത് ആദ്യം അവർ പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ളത് ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ പിന്നെ വഖഫ് ഭൂമിയാണ് എന്നാണ്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലും തന്നെ ഒട്ടേറെ പ്രസംഗങ്ങൾ നടന്നു. ചില ഇതര മതസ്ഥരുടെ ചില സ്വത്തുക്കളെ എണ്ണമെടുത്തുകൊണ്ട് പറഞ്ഞു അത് തെറ്റാണ്, ആ വാദം തെറ്റാണ്. എവിടെയോ അനധികൃതമായി കുറെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചത്. ഇത് കൈയടക്കാനുള്ള വഴി അവർ തേടി. ആ വഴി തേടിയപ്പോഴാണ് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം നടത്തിയ പോരാട്ടം വെറുതെയായിരുന്നില്ല. കാരണം നമ്മുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, പുതുതായി വഖഫ് ചെയ്യുന്നവർക്ക് അതിനുള്ള സമയം വരെ ക്രമീകരിക്കുകയാണ്.
5 വർഷം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ചോദ്യം ചോദിച്ചതാണ്. എങ്ങനെയാണ് 5 വർഷം ഒരാൾ മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തു എന്ന് തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ആരാണത് തീരുമാനിക്കേണ്ടത്? 5 വർഷം ഞാൻ മുസ്ലിമായിരുന്നു, എന്റെ സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ അനുമതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതാ ഈ വേദിയിലേക്ക് എത്തുകയാണ്. ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ് തുടങ്ങിയ നേതാക്കൾ എല്ലാവരും ഈ വേദിയിലേക്ക് എത്തുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആരാണിത് ചെയ്യേണ്ടത്? വില്ലേജ് ഓഫീസർക്ക് അതിനുള്ള അധികാരമുണ്ടോ? ഒരാൾ 5 വർഷം പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുക, അതിനേക്കാൾ ഉപരി ഇത്തരം കാര്യങ്ങൾക്ക് ഇതര മതസ്ഥർക്ക് ദാനം ചെയ്യാൻ പോലും പാടില്ലത്രേ. ഇവരുടെ ദുരുദ്ദേശം എന്താണ്? ഈ രാജ്യത്തിന്റെ മതേതര നന്മ തകർക്കണം, ഈ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കണം. അതിനുള്ള വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. ആ നീക്കമാണ് നാം തിരിച്ചറിയേണ്ടത്. അപകടകരമായ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ധ്രുവീകരണത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഈ നാട് ഒരുമിക്കുകയാണ്. അവർക്കെതിരായി ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി തുടക്കം കുറിച്ച ആ പോരാട്ടം അതിന്റെ എല്ലാവിധ നന്മയോടുകൂടി നടക്കുന്നു എന്നതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാരുടെ ശ്രമഫലമായി രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയട്ടെ. ഈ ചരിത്ര പ്രസിദ്ധമായ മണ്ണിൽ വെച്ച് ഞങ്ങളുടെ നായകന്മാരെ സാക്ഷി നിർത്തി ഏതൊരു പോരാട്ടം നടന്നിട്ടുണ്ടോ അതൊക്കെ വിജയം കണ്ടിട്ടേ പിന്മാറിയിട്ടുള്ളൂ എങ്കിൽ ഈ പോരാട്ടവും മുസ്ലിം ലീഗ് വിജയം കണ്ടേ പിന്മാറൂ എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്. നാട് ഭരിക്കും മോഡി സർക്കാർ, നാട് ഭരിക്കും മോഡി സർക്കാർ. വഖഫ് ബോർഡിനെ ദുർബലമാക്കി, ഭരണഘടന പിച്ചി ചീന്തി രാജ്യം കാത്തു പുലർത്തുന്ന മതേതരത്വം ഇല്ലാതാക്കി താന്തോന്നികളായി വാഴുമ്പോൾ കാടൻ ഭരണത്തിനെതിരെ പ്രതിഷേധത്തിൻ ശബ്ദമുയർത്തി ഒറ്റക്കെട്ടായി മുന്നേറാം. മുസ്ലിം ലീഗ് സിന്ദാബാദ്.